പ്രതിരോധ സേനാ മേധാവിയായുള്ള അസീം മുനീറിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പേ പാക് പ്രധാനമന്ത്രി രാജ്യം വിട്ടതായി റിപ്പോർട്ട്. ഷഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് പോയതായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ബോർഡ് മുൻ അംഗവും പാകിസ്ഥാനെക്കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ തിലക് ദേവാശറിനെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കെയാണ് ഷഹബാസ് ഷെരീഫ് രാജ്യത്ത് നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തുവന്നത്. അസീം മുനീറിനെ CDF ആയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാകാൻ വേണ്ടിയാണ് ഈ വിട്ടുനിൽക്കലെന്ന് സംശയിക്കുന്നതായും തിലക് ദേവാശർ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ പുതിയതായി CDF പദവി സൃഷ്ടിച്ച സൈനിക ശക്തി പിടിച്ചെടുക്കുവാനാണ് നിലവിലെ സൈനിക മേധാവിയായ അസീം മുനീറിന്റെ നീക്കം. നവംബർ 29-ന് CDF പദവി അസീം മുനീർ ഏറ്റെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഷഹബാസ് ഷെരീഫ് രാജ്യത്ത് നിന്ന് വിട്ടുനിൽക്കുന്നതോടെ സ്ഥാനാരോഹണം വൈകുന്നതായാണ് വിവരം. CDF പദവി കൈവരുന്നതോടെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും. അസീം മുനീറിന് 5 വർഷത്തേക്ക് CDF പദവി നൽകുന്നതാണ് വിജ്ഞാപനം. കരസേനാ മേധാവി എന്ന നിലയിൽ അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നിശബ്ദ അട്ടിമറിയിലൂടെ CDF പദവി കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമം നടത്തിയത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നതോടെ പാക് സൈന്യം അസീം മുനീറിന്റെ ചൊൽപ്പടിയിലാകും. എന്നാൽ അസീം മുനീറിന് അടുത്ത 5 വർഷത്തേക്ക് CDF സ്ഥാനത്തിരുത്തുവാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് താൽപര്യമില്ലെന്നാണ് വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിപൂർവ്വം അദ്ദേഹം രാജ്യത്തു നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് തിലക് ദേവാശർ പറയുന്നു. അനന്തരഫലങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടലാണിത്. രാജ്യത്തു നിന്ന് മാറി നിൽക്കുന്നതോടെ വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് മറ്റു രാജ്യങ്ങളിലെത്തിയതെന്ന് ദേശാവാർ കൂട്ടിച്ചേർത്തു. കരസേനാ മേധാവിയുടെ കാലാവധി അവസാനിച്ചതോടെ പാക് സൈന്യം വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ സൈനിക മേധാവിയില്ലാത്ത സാഹചര്യമാണുള്ളത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ. ഇത് വളരെ വിചിത്രമായ സാഹചര്യമാണെന്നും ദേവാശർ കൂട്ടിച്ചേർത്തു.